കാസർഗോഡ് ബേളൂരിൽ 135 കിലോ ചന്ദനമുട്ടിയുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് പ്രസാദ്, ഷിബുരാജ് എന്നിവർ. ചന്ദനം കടത്താൻ ഉപയോഗിച്ച 2 കാറുകളും കസ്റ്റഡിയിൽ. തൃശൂർ ആലപ്പനങ്ങാട് സാഹിബ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു. മലപ്പുറം തിരൂരിൽ ഭിന്നശേഷി ദിനത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച യൂനുസ് കുഞ്ഞുമോന് നാട്ടുകാരുടെ ആദരം. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ കുഞ്ഞുമോന് ഉപഹാരം നൽകി. ഭിന്നശേഷിക്കാർക്കു വേണ്ടിയുള്ള തൊഴിൽ പരിശീലനം, പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങി നിരവധി സാമൂഹ്യ സേവനങ്ങളിൽ സജീവമാണ് യൂനുസ് കുഞ്ഞുമോൻ. തൃശൂരിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 സംഘടിപ്പിച്ചു. VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി മന്ത്രി R ബിന്ദു നിർവഹിച്ചു. സംസ്ഥാന ഭിന്നശേഷി അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള എറണാകുളം BRC നോർത്ത് പറവൂർ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി കേണൽ KL രാഹുൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പുത്തനത്താണിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബ സംഗമവും അവാർഡ് വിതരണവും നടന്നു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ചക്കരപ്പാടം ജൂബിലാൻഡ് ബ്രദേഴ്സ് ഓവറോൾ ചാമ്പ്യന്മാരായി. വോയിസ് ഓഫ് പൊന്മാനിക്കുടം 2ാം സ്ഥാനവും പെരിഞ്ഞനം വെസ്റ്റ് സൗഹൃദ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു.